പത്തനംതിട്ടയിൽ ആറന്മുള ക്ഷേത്ര പരിസരത്ത് വെള്ളം കൂടി വരികയാണ്. ഉച്ചയോടെ ക്ഷേത്രത്തിന് ചുറ്റും വെള്ളം നിറയുന്ന സാഹചര്യമാണ്. വള്ളസദ്യ നടക്കുന്നതിനാൽ ആശങ്കയിലാണ് ഭക്തർ. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, നേരത്തെ ജയശങ്കർ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് എന്നുള്ളത്. ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുന്നത്. മധു, ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് കൂടുതൽ ജലത്തിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് ഉള്ളത്. തെക്കേ നടയിൽ ഓരോ നിമിഷത്തിലും ഈ ജലനിരപ്പ് കൂടുതൽ വരികയും കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വള്ളസദ്യ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ വെള്ളം ഉയരുന്നത് വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ആചാരപരമായി മാത്രമാണ് ഈ വള്ളസദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഈ വള്ളസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നൊരു സാഹചര്യം ഒക്കെയാണുള്ളത്. ചേട്ടാ, നമുക്കേ ഈ വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ കൂടുമ്പോൾ അത് വലിയ ഒരു പ്രതിസന്ധി എല്ലാം വെള്ളമാണ്. അമ്പലത്തിന്റെ ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമാവുമല്ലേ? പിന്നെ തീർച്ചയായും നല്ല ഒഴുക്കും ഒക്കെയാണ്. കൂടി വരുമോ? നമ്മൾ രാവിലെ വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു. കയറി വരുവാ. എന്തായാലും മാധു, ഈ വള്ളസദ്യ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഈ വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഓരോ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ച് വെള്ളം കൂടുകയാണ്. ഇപ്പോൾ അല്പം കൂടി കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറും. കടകളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ കടകളോട് ചേർന്ന് തന്നെ വീടും മറ്റ് ഇതൊക്കെ തന്നെ ഉണ്ട്. ഇവരൊക്കെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ വന്ന ഘട്ടത്തിൽ ഇത്രമാത്രം ഒരു വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ മുട്ടിന് അടുത്തേക്ക് വെള്ളം വരികയാണ്. ഇതിപ്പോൾ കൂടുതൽ കൂടി വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കയുണ്ട്. അവർ വീട് മുറ്റത്തൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. എന്തായാലും പൊതുവിൽ മഴ കുറഞ്ഞിട്ടുണ്ട്, വെള്ളം കുറയുമെന്നാണ് പറയുന്നത്. റാന്നി മേഖലയിലൊക്കെ തന്നെ വെള്ളം കുറഞ്ഞു. ആ വെള്ളം കൂടിയാണ് ഇങ്ങോട്ടേക്ക് ഒലിച്ചെത്തുന്നത്. പക്ഷേ ശബരിമല വനമേഖലയിലൊക്കെ മഴ പെയ്താൽ അത് ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ചേച്ചി, വെള്ളം കൂടി വരുവാണോ? എത്ര വെള്ളം ഉണ്ട്? പുറത്തേ ഇല്ലായിരുന്നു, ഇപ്പം കൂടി വരുവാ. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുക. അപ്പോഴേക്കും കൂടുതൽ പ്രശ്നമാവല്ലേ? ആവും മോനെ, എപ്പോഴും എങ്ങോട്ടാണ് ഓടണമെന്ന് അറിയത്തില്ല. പിള്ളേരെയും കൊണ്ട് പിറകിലും വെള്ളം കടൽ പോലെ കിടക്കുക, നിറഞ്ഞു കിടക്കുക മോനെ. അയ്യോ, അത് ഞങ്ങളുടെ ദൈവമേ, ഉടുതുണി പോലും ഇല്ലായിരുന്നു, എല്ലാം പോയി മോനെ. അവസ്ഥയാവും ആവുമെന്ന് അറിയത്തില്ല. തിരുവാർമ്മപ്പനെ വിളിക്കുക. ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. ഈ വെള്ളം ഇങ്ങനെ കൂടി വരികയാണെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ റാന്നിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ ആറന്മുള ക്ഷേത്രത്തിന് ചുറ്റും ഒരു പമ്പാനദി അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നൊരവസ്ഥയാവും. പമ്പാനദി കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഈ വഴി ഇപ്പോൾ ഗതാഗതമൊന്നുമില്ല. പൂർണ്ണമായും ഗതാഗതമൊക്കെ തന്നെ ഈ വഴി നിരോധിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കൂടി വരുന്ന അവസ്ഥയാണ്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം ആളുകളുടെ മുട്ടിന് മുകളിലേക്ക് ഈ വെള്ളം എത്തുന്ന ഒരവസ്ഥയാണ്. അങ്ങോട്ടേക്ക് പോകുന്നതോറും അബിൻ വർക്കി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അബിൻ, അവിടുത്തെ സാഹചര്യം എന്താണ്? പൊതു സാഹചര്യം എന്താണ്? ആശങ്കപ്പെടേണ്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയല്ല, അതായത് ഇത് റാന്നിയിലുണ്ടായ ഒരു അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലും മഴയുമാണ് ഇപ്പോൾ ഈ വെള്ളം വരാൻ കാരണം ഈ ഉരുൾപൊട്ടിയ വെള്ളവും അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളവും പമ്പയാറ്റിക്കരയാണ് വരുന്നത്. ഈ പമ്പയാറ്റിന്റെ കരയിലുള്ള ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ ഈ പറയുന്ന ആറന്മുള ക്ഷേത്ര പരിസരത്ത് പ്രത്യേകിച്ച് വള്ളസദ്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഞാൻ സത്രത്തിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, പ്രത്യേകിച്ച് സത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ അവിടുന്ന് ഒഴിപ്പിക്കുകയും മറ്റിടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ഇടത്തിലെല്ലാം തന്നെ അവിടെ 2-3 ക്യാമ്പുകൾ തുറന്നുകൊണ്ട് ഈ ദുരിതം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന 1-2 സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് ബോട്ട് സൗകര്യങ്ങൾ, ഇപ്പോൾ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട ബോട്ട് സൗകര്യങ്ങൾ വിട്ടിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ ഈ റാന്നിയിൽ വലിയ അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗത്തു നിന്നും എല്ലാ ഫയർഫോഴ്സും NDRF ഒക്കെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവര് ഇപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. അതിൽ ചില ആളുകൾ തിരിച്ചു വന്നു. അതിനോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും അഡീഷണൽ സംവിധാനങ്ങൾ കൂടി ആറന്മുളയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പമ്പാ നദീതീരത്ത് താമസിക്കുന്നവരെ മാറ്റുവാനും പാർപ്പിക്കുവാനും ഒക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കാരണം ഇപ്പോൾ നോക്കൂ, സംസ്ഥാനത്ത് 9 ഇടങ്ങളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. വലിയ മഴ തന്നെയാണ് ഇനിയും മുന്നറിയിപ്പുള്ളത്. അപ്പൊ രാത്രിയൊക്കെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളും വേണമല്ലോ. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിന് ശേഷം
ഈ മഴ നിലനിൽക്കുന്നതിനാൽ ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. ഇതിന് മുകളിലേട്ട് വെള്ളം വന്നാൽ അത് 2018 ഭീകരമായൊരു വിഷയത്തിലേക്ക് പോകും. പക്ഷെ ഇപ്പോൾ നമുക്ക് സ്ഥിതി നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അവിടെ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ മഴ കുറയുന്നത് കൊണ്ട് തന്നെ വെള്ളം ഇവിടെ വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2 അടി 3 അടി വെള്ളവും കൂടെ ഉയരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സെറ്റിൽ ചെയ്യാനാണ് സാധ്യത. ഇനി വീണ്ടും അവിടെ മഴ പെയ്യുകയോ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ചെയ്താൽ സ്ഥിതി നിയന്ത്രണാതീതമാവും. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ ജില്ലാ ഭരണകൂടത്തോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊല്ലവും ആലപ്പുഴയും കേന്ദ്രീകരിച്ച് അതിന്റെ ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. ശരി, വളരെയധികം നന്ദി. ഞങ്ങളോട് സംസാരിച്ചതിനടുക്ക് അബിൻ വർക്കി MLA ആണ് സംസാരിച്ചത്. ആറന്മുളയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി ഒരു 1-2 അടി വെള്ളം കൂടി ഉയരാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാന്നിയിലുണ്ടായ ഒരു പ്രളയസമാനമായ സാഹചര്യം തന്നെയാണ് ആറന്മുളയിലും ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നതുകൂടി വിലയിരുത്തപ്പെടുകയാണ്. ഇനി വീണ്ടും മഴ തുടരുന്ന സാഹചര്യമാണ് എങ്കിൽ കൂടുതൽ മുൻകരുതലുകൾ വേണ്ടിവരും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് MLA വ്യക്തമാക്കുന്നത്.